സ്റ്റോറി ടെല്ലറിന്റെ ഇന്നത്തെ സ്റ്റോറി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. വണ്ടിയുടെ ബാക്ക് ടയർ മൊത്തം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ടയർ മാറണം. അതുപോലെ തന്നെ ചെളിയും പൊടിയൊക്കെ ആയിട്ട് വണ്ടി നല്ല രീതിയിൽ വൃത്തികേടായി. ഇപ്പൊ ചെറിയ വണ്ടിയോ വലിയ വണ്ടിയോ വണ്ടിയുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ വണ്ടി ഒരു പൊന്നു പോലെയാണ് നോക്കുന്നത്. കാരണം അവർക്ക് മാസം കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് ഈ വണ്ടിയിലേക്കാണ് പോകുന്നത്. സമയം 4:30 എങ്കിലും വെയിലിന് ഒരു കുറവുമില്ല. ഗ്ലാസ് താത്ത് വെക്കുന്നതാണ് എനിക്കും എൻ്റെ മുഖത്തിനും നല്ലത്. ഇതിപ്പം പ്രത്യേകിച്ച് അങ്ങനെ സമയമൊന്നുമില്ല. എപ്പോൾ ഇറങ്ങിയാലും ഇവിടുത്തെ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരിക്കും. കുറെ നേരമായാലും ഇതിനൊരു അന്ത്യമൊന്നും ഇല്ലേ. ടയർ കട തപ്പി അവസാനം എത്തിപ്പെട്ടത് മുത്തൂരെ ആൽത്തറ ജംഗ്ഷനിൽ. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറാൻ പറ്റി. കുറച്ച് വൈഡായിട്ടുള്ള ഒരു ടയർ ഇടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം മൈലേജിന്റെ കേസുകളുണ്ട്, അത് വേണ്ടെന്ന് വെച്ച്. ടയർ കടയിലെ അച്ചേട്ടൻ നല്ല കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞാണ് പണി. പുള്ളി ഓരോന്നും ചെയ്യുമ്പോഴും ഞാൻ അടുത്ത് പോയിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കൊണ്ട് ടയർ ലൈറ്റ് സെറ്റാക്കി. പിന്നീട് നേരെ പോയത് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി. വണ്ടി കഴുകിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഇടിഞ്ഞലത്തിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് അകത്തോട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കറക്റ്റ് സ്പോട്ടിന്റെ പേരറിയത്തില്ല. പരിപാടിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇടിഞ്ഞലത്തെത്തിയപ്പോഴത്തേക്കും നല്ലൊരു കിടിലം വ്യൂ. ഒട്ടും സമയം കളഞ്ഞില്ല, വണ്ടി നിർത്തി നേരെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിക്കാണ്. കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇടിഞ്ഞിലം പാലത്തിന് അടിയിലായിട്ട് വരും. നമ്മൾ ആദ്യം വീഡിയോ എടുത്തത് പാലത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിപ്പോൾ എൻ്റെ വിവേകിന്റെ കോൾ ചായ കുടിക്കാനായിട്ട്. പിന്നീട് നേരെ അങ്ങോട്ട്. അപ്പോൾ ഒരു സംഭവ ബഹുലമായ ദിവസത്തെ കഥയായിട്ട് വരാം.